എപ്പോഴാ കല്യാണം? എന്തിനാ കല്യാണം? അങ്ങനെയല്ല, ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പൊ എല്ലാരും പറയും ഇവക്ക് ലൈൻ ഉണ്ട്, ഇവക്ക് അതുണ്ട്, എങ്ങനെയുള്ള ജോലിയുള്ള ആളാണ് വേണ്ടത്, പോലീസിനാണ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പോലീസിന്റെ ഒക്കെ പോയി. ഇപ്പൊ എൻ്റെ അടുത്ത് അമ്മയും ചേച്ചിയും പറഞ്ഞു അഭിനെ തന്നെ ആലോചിക്കുന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴാ കല്യാണം? എന്റെയാ? ഇത് തന്നെയാണ് ചേച്ചി എല്ലാവരും ചോദിക്കുന്നത്, എപ്പോഴാ കല്യാണം, എന്തിനാ കല്യാണം? അങ്ങനെയല്ല, അല്ല അങ്ങനെയല്ല, കല്യാണമൊക്കെ വേണം. സമയമാകുമ്പോ എനിക്ക് പറ്റിയൊരു പയ്യനെ എനിക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെ നോക്കാനാ പ്ലാൻ ചെയ്തേക്കണേ? എനിക്ക് അങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ലവ് മാരേജ് അങ്ങനെയൊക്കെയാണ് താല്പര്യം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും കുഴപ്പമില്ല. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ നമുക്കിപ്പോ സമയമുണ്ടല്ലോ, സംസാരിച്ചും ഒക്കെ ഒരു 3-4-5 ഒരു വർഷമെങ്കിലും വേണം സംസാരിച്ചിട്ടൊക്കെ ആളെങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പുള്ളിക്കും ഞാൻ അങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 1 ഇയറെങ്കിലും വേണം. ആരെങ്കിലും കിട്ടിയാൽ അപ്പം തന്നെ കല്യാണം കഴിക്കും. അപ്പം തന്നെ കിട്ടിയ കല്യാണം കഴിക്കും. എല്ലാം സെറ്റാണ്. അപ്പോൾ 1 വർഷത്തെ ഗ്യാപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ ഇന്ന് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അറിയാവുന്ന ആളാണെങ്കിലും ഇപ്പം ഒരു 3-4 മാസം കൊണ്ട് പെട്ടെന്ന് പരിചയപ്പെട്ടു അങ്ങനെ അറിഞ്ഞ് നന്നായിട്ട് ഞാൻ ആരാ മോളെന്നറിയാലോ, പുള്ളിയെ ഞാൻ അരച്ച് കലക്കി കുടിക്കും ആരാന്നുള്ളത്, എന്താ സ്വഭാവം. പെട്ടെന്നൊക്കെ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്ക് പറ്റും. പിന്നെ ഉറപ്പായിട്ടും. പക്ഷെ നീ ഭയങ്കര ചൈൽഡിഷ് ക്യാരക്ടർ അല്ലേ? ആണ്. പക്ഷെ ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ ലൈഫല്ലേ, അപ്പൊ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കും. നിനക്ക് അത്രയ്ക്കുള്ള ബുദ്ധി ഉണ്ടായിരുന്നു? ബുദ്ധിയല്ലേ. ഞാൻ വന്ന വഴിയിൽ ഒരുപാട് പേരെ കണ്ടിട്ടുള്ളതുകൊണ്ട്, പക്ഷെ ലൈഫിൽ അങ്ങനെ ആരും വന്ന് വീണിട്ടില്ല. അതെന്താന്ന് എനിക്കറിയില്ല. ഇതുവരെ അഫയർ ഒന്നും ഉണ്ടായിട്ടില്ല. കോളേജ് പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. അപ്പോ അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മള് പറഞ്ഞ് സംസാരിച്ച് നമുക്ക് 2 പേർക്കും പറ്റത്തില്ല എന്ന് മനസ്സിലായി. അത് ആ സമയത്ത് ആ പ്രായത്തിൽ നമുക്ക് തോന്നുന്നതല്ലേ. കാരണം വെച്ചാല് ഏത് വയസ്സില്? അന്ന് 18 വയസ്സിൽ ഫസ്റ്റ് ഇയർ തുടങ്ങിയപ്പോഴാണ് പുള്ളി എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 3rd ഇയർ ആയപ്പോഴാണ് ഞാൻ തിരിച്ചിഷ്ടമാണെന്ന്. കാരണം ഞാൻ നോക്കുമ്പോൾ ക്ലാസ്സിൽ ഫുൾ എല്ലാവർക്കും ഇതുപോലെ അഫയർ ഉണ്ട്. അപ്പോൾ കോളേജിൽ എല്ലാവർക്കും ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ കോളേജ് വിട്ടു പോകുമ്പോഴും കോളേജിൽ വരുമ്പോഴും പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴും ഒക്കെ എല്ലാവരും ഓരോ മൂലയ്ക്കായിട്ട്. എനിക്ക് മാത്രമേ, പിന്നെ ഞാൻ ഈ ഷൂട്ടിനൊക്കെ ആയതുകൊണ്ട് ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പൊ എല്ലാരും പറയും ഇവക്ക് ലൈൻ ഉണ്ട്, ഇവക്ക് അതുണ്ട്, ഇവക്ക് കോളേജിൽ ഒരു പയ്യനുണ്ട് എന്നൊക്കെ പറയും എന്ന് പേടി. പിന്നെ എന്നെ കോളേജിൽ വിട്ടത്, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചത്, വിട്ടപ്പോഴും അച്ഛനും അമ്മയും ഒരൊറ്റ കാര്യം പറഞ്ഞ് പോകുന്നേ കൊള്ളാം, നീ അടിച്ചു പൊളിച്ചു, പക്ഷെ ഇതുപോലെ പ്രേമം അതൊന്നും പറഞ്ഞ് നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിശ്വാസത്തിലും പിന്നെ അഭിനയത്തിന്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് അതായിരുന്നു ഏറ്റവും കൂടുതൽ ചിന്ത. അഭിനയിക്കണം, കാശുണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പ്രേമിക്കാനൊന്നും സമയം കിട്ടിയില്ല. 3rd ഇയർ ആയപ്പോഴാണ് ശരിക്കും ഒരു ടൈം കിട്ടിയത്. എന്നിട്ട് ഈ പുള്ളി പോകുന്നില്ല, എന്നിട്ട് പുള്ളി പോവുക. ആ ടൈമിൽ ഫസ്റ്റ് ഇയർ വരുമ്പോ ഈ ആദ്യം ഒരു ക്രഷ് തോന്നില്ല പിള്ളേർക്കൊക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണുന്നതിന്റെ ഇതായിരിക്കും, നോക്കട്ടെ എത്ര നാൾ പുറകെ നടക്കൂന്നൊക്കെ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളി പോകുന്നില്ല. 3rd ആയിട്ടും പുള്ളി പോകുന്നു. വേറൊരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്ക് ആർമിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേറെ ആരെങ്കിലും ഒക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് പുള്ളി അതിനും പോയി. അത് ഞാൻ പിന്നെ അറിയുന്നേ, പുള്ളിയുടെ അമ്മ എന്നോട് പറയണേ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി പാവം, കഷ്ടം തോന്നി. അത് കഴിഞ്ഞ് പുള്ളി പിന്നെ 3 വർഷം കൊണ്ട് അറിയാം, കണ്ട് പരിചയമുണ്ട്, സംസാരിച്ചിട്ട് പരിചയമുണ്ട്. അങ്ങനെ 3rd ഇയർ ആയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ജോലിയുള്ള ആളെ തന്നെ വേണം, അതും ഗവൺമെന്റ് ജോലിയുള്ള ആൾ. ആ സമയത്ത് ഗവൺമെന്റ് ജോലി വീട്ടില് അങ്ങനെ, ചേച്ചി ഗവൺമെന്റ് ജോലിയാ. അപ്പൊ അങ്ങനെ പറഞ്ഞ് തലയിൽ ഇങ്ങനെ ഞാൻ കേട്ടിട്ടൊക്കെ എനിക്കും ഗവൺമെന്റ് ജോലിയുള്ള ആളെ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു പിന്നെ എന്താ, ഞാൻ പോലീസായിട്ട് വരാം, എന്താ എങ്ങനെയുള്ള ജോലിയുള്ള ആളെയാണ് വേണ്ടത്, പോലീസിനാണ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പോലീസിന്റെ ഒക്കെ പോയി. പിന്നെ ഭയങ്കര സിൻസിയർ ആണല്ലോ ആള്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ ഇപ്പോഴത്തെ കാര്യം കൂടെ പറയട്ടെ. അങ്ങനെ പുള്ളി ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി ലിസ്റ്റിൽ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, പോലീസിന് ലിസ്റ്റിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അന്ന് ആ പ്രായത്തിൽ തോന്നിയൊരു സംഭവം പിന്നെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ലേ? ഇപ്പൊ ഏതൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇതേ കഥയുള്ള, മിലിറ്ററിയിൽ പോയിട്ട് ഗവൺമെന്റ് ജോലിയുള്ള ഏതോ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ എനിക്കും പുള്ളിയെ ഞാൻ തിരക്കായി തുടങ്ങി. പിന്നെ എനിക്കും പുള്ളിയായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനും സമയം കിട്ടുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഫോണിൽ വിളിക്കുന്നില്ല, ഹലോ എവിടെയാണ്, ഓക്കെ ശരി, അപ്പൊ അവൻ ഓക്കെ ബിസി ആണെങ്കിൽ ഓക്കെ ശരി വെച്ചോ, അങ്ങനെ. അപ്പൊ പുള്ളിയുടെ ലൈഫ് എന്തിനാ ഞാനായിട്ട് നശിപ്പിക്കണമെന്ന് വിചാരിച്ചു. പുള്ളിക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച്. അപ്പൊ ഞാൻ ആ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്ന കൂടി ഇല്ല, അഭിനയത്തിനെ മാത്രമാണ് ഞാൻ അപ്പൊ ഫോക്കസ് ചെയ്യുന്നതും പിന്നെ സ്വപ്നം കാണുന്നതൊക്കെ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഇത് ശരിയാവില്ല, നീ വേറെ ആരെങ്കിലും നോക്കുന്നതൊക്കെ.
പക്ഷെ പുള്ളിക്ക് ആദ്യം അതൊന്നും താങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴും ഞാനും പുള്ളിയും ഭയങ്കര കമ്പനിയാണ്. അത് ശരി. അങ്ങനെ അപ്പം അന്ന് ഇപ്പൊ കോളേജ് വിട്ടിട്ട് ഇപ്പം 3 വർഷമായില്ലേ. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയും നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കേട്ടോ. നമ്മൾ തമ്മിൽ അങ്ങനെ വേറെ അല്ലാത്ത റിലേഷൻ അല്ലായിരുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയും, പുള്ളിയുടെ വിഷമം ഉണ്ടെങ്കിൽ പറയും, എല്ലാം ഫോണിൽ കൂടെയും. പിന്നെ കോളേജ് വരുമ്പോൾ കാണുന്നത്. പിന്നെ എനിക്ക് പേടിയായിരുന്നു ആരെങ്കിലും കണ്ട വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുന്നു. 1-2 പേര് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ. ഞാനും ഇവനോട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വീഡിയോ എടുത്ത് എൻ്റെ ചേച്ചിക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. അപ്പൊ അതൊക്കെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ എൻ്റെ അടുത്ത് അമ്മയും ചേച്ചിയും പറഞ്ഞു അവനെ തന്നെ ആലോചിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സുകൊണ്ടൊക്കെ തോന്നണ്ടേ ഇഷ്ടം, അത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇപ്പം എന്താ പറയുക, അവന് കല്യാണമായില്ലേ? ഭയങ്കര സന്തോഷം. പുള്ളി കല്യാണം ഒന്ന് വിളിച്ചു, പുള്ളി ഒരു വീടൊക്കെ വെച്ചു. ഇപ്പൊ ഹൗസ് വാമിങ് കഴിഞ്ഞു. ഇനിയിപ്പോ 9-ാം തീയതി കല്യാണം. പോലീസിലാണ് ആള്? ഇല്ല, പുള്ളി പിന്നെ പോയില്ലേ പോലീസില്. പുള്ളി പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മുന്നോട്ട് പോയി. പിന്നെ പുള്ളിക്ക് പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്ക് ബിസിനസ്, പിന്നെ ട്യൂഷൻ സെന്റർ ഉണ്ട്, അതായത് PC കോച്ചിങ്ങിന്റെ. അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളി നല്ല തിരക്കായിട്ട് പോകും. പുള്ളി പറഞ്ഞു നീ പോയതിനു ശേഷം ഞാൻ എന്താ പറയണ്ടേ ബിസിനസ് തുടങ്ങി, ഞാൻ കാരണം കുറെ കാര്യങ്ങളൊക്കെ നേടാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പോലീസിന്റെ പുറകെ ആണെങ്കിൽ അത് തന്നെ പോണമല്ലോ. അതെ, അപ്പൊ അത് ബുദ്ധിമുട്ടായി. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ മുന്നേ എനിക്ക് ഗവൺമെന്റ് ജോലിയുള്ള ആളെ വേണ്ട. അന്ന് ആ പ്രായത്തിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ കുറച്ചും കൂടെ മെച്ചോർഡ് ആകുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്, അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം, നമുക്കൊരൊറ്റ ലൈഫല്ലേ ഉള്ളൂ, അതുകൊണ്ട് തിരക്കുകൾ കൊണ്ട് മാറ്റിവെച്ച ഒരു പ്രേമം. അതെ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി എന്റെ ലൈഫിൽ. ഒരുപാട് അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പൊ പ്രേമിക്കാമല്ലോ, ഇപ്പൊ ഈ സമയമുണ്ടല്ലോ. അന്ന് പ്രേമിക്കാന്ന് പറഞ്ഞാൽ അത് കുട്ടിക്കളി പോലത്തെ സംഭവമല്ലേ, കുട്ടിപ്രേമല്ലേ. അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ ഇനി സമയമുണ്ട്. ഇപ്പൊ ഞാൻ സെറ്റിൽ ആയല്ലോ, അപ്പൊ ഇനി പ്രേമിച്ച് ആരെങ്കിലും കല്യാണം കഴിക്കാം. സമയമാകുമ്പോൾ ദൈവം ആരെങ്കിലും കൊണ്ടുതരും. നല്ലൊരു വ്യക്തിയെ തന്നെ മുന്നിൽ കൊണ്ട് തരട്ടെ ദൈവം. കിട്ടും, നീ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ കിട്ടും. അതെ, നല്ലൊരു വ്യക്തിയായിരിക്കണം. അങ്ങനെ ഭയങ്കര റിച്ചോ അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമറോ ഒന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ മുമ്പൊക്കെ എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ഭയങ്കര ജിമ്മായിരിക്കണം, ഭയങ്കര കളറായിരിക്കണം, ഭയങ്കര ഹെയർ ആയിരിക്കണം, ഹൈറ്റ് ആയിരിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര സ്ലിം, ഭയങ്കര ജിമ്മേനെ തടി പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പം അതിൻ്റെയൊക്കെ ആവശ്യം എന്തിനല്ലേ? നല്ലൊരു സ്വഭാവമുള്ള ഒരാൾ തന്നെ വേണം നമ്മളെ മനസ്സിലാക്കുന്നത്. അതും ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോൾ അതെ, നമുക്ക് തെരഞ്ഞു പിടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ഒരാണിനെ, നമുക്കൊരു കല്യാണം, ഒരു പാർട്ട്ണറിനെ. സത്യം. അതുകൊണ്ട് ദൈവത്തിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോ ഉടനെ സംഭവിക്കും എല്ലാ കാര്യങ്ങളും. എല്ലാം ഇനി എടുപിടി എന്ന് പറഞ്ഞ് പെട്ടെന്ന് നടക്കട്ടെ. അതെ, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കട്ടെ. പിന്നെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. കൺഗ്രാറ്റുലേഷൻ, അത് പറയാൻ മറന്നുപോയി. അത് ഭയങ്കര ആഗ്രഹമാണ്.